പാലക്കാട്ടെ എലപ്പുള്ളിയിലെ ബ്രൂവറിക്കായി പരിശോധനയില്ലാതെ അനുമതി നൽകി വാട്ടർ അതോറിറ്റി. ഒയാസിസ് അപേക്ഷിച്ച അന്ന് തന്നെ വാട്ടർ അതോറിറ്റി ജലലഭ്യത ഉറപ്പു നൽകി. 2023 ജൂൺ 16-നാണ് ജലം ലഭിക്കാൻ അപേക്ഷിച്ചത്. ജലക്ഷാമം ഉണ്ടായിട്ടും പരിശോധനയില്ലാതെ അനുമതി നൽകുകയായിരുന്നു. അതേസമയം ഭൂപരിഷ്കരണ നിയമത്തിൽ ഒയാസിസിന് ഇളവപേക്ഷ നൽകി 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കുന്നതിനാണ് അനുമതി തേടിയത്. വി എസ് രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഒരേ ദിവസം തന്നെ അപേക്ഷയും അനുമതിയും അല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഡോക്ടർ അരുൺ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇത്രയും വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. പക്ഷേ പാലക്കാട് ഈ എലപ്പുള്ളിയിൽ ജലക്ഷാമം എന്ന് പറയുന്ന വലിയൊരു ആരോപണം അവിടെ നിലനിൽക്കുന്നു. ആ ഭാഗത്ത് കുടിവെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്, ജലം കിട്ടാനുള്ള ദൗർലഭ്യമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമുള്ളൊരു വിഷയത്തിൽ അപേക്ഷിച്ച അന്ന് തന്നെ അനുമതി കിട്ടുന്നു എന്നുള്ളതിൽ അസ്വാഭാവികതയുണ്ട്. 15-ാം തീയതി ജൂൺ മാസം 2023 15-ാം തീയതിയാണ് ഈ ടെൻഡർ നോട്ടിഫിക്കേഷൻ ഈ എണ്ണ കമ്പനികൾ പുറത്തുവിടുന്നത്. പിറ്റേന്ന് തന്നെ 16-ാം തീയതി തന്നെ ഈ ഒയാസിസ് കമ്പനി അപേക്ഷിക്കുന്നു. അന്ന് തന്നെ ഒയാസിസ് കമ്പനിക്ക് ഈ വാട്ടർ ലഭ്യത, ജലലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് വാട്ടർ അതോറിറ്റി കത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ തീയതിയിൽ തന്നെ അപേക്ഷയും അംഗീകാരവും വരുന്നതിൽ ഒന്ന് പരിശോധന ഇല്ലായ്മയാണ്, മറ്റൊന്ന് ഒരു അവിഹിതമായ ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇടപെടൽ, നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം നേരത്തെ തന്നെ എഥനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് തേടുന്നത് ഇവിടെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ഇൻവിറ്റേഷൻ മൂലമാണ് എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിൽ തിടുക്കപ്പെട്ട് ഈ വാട്ടർ സപ്ലൈയുടെ അനുമതി തേടുന്നതും അപേക്ഷിക്കുന്നതുമെല്ലാം അത്തരത്തിലൊരു കൂടിയാലോചന ഉണ്ടായതിനു ശേഷമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ വി എസ് രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചനയും അതുപോലെ തന്നെ മുൻകൂറായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ കൊടുത്ത് അന്ന് തന്നെ അനുമതി കിട്ടണമെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനൊരു തീരുമാനം, ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ തീരുമാനിക്കാത്ത പക്ഷം ഇത്തരത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരു അനുമതിയും ഒരു അനുമതി പത്രവും ലഭ്യമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്ലൂവറി പ്ലാന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എത്തനോൾ നിർമ്മാണത്തിൻ്റെ പ്ലാന്റുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ തന്നെ ഒരു അനുമതി അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും ഒക്കെ നേരത്തെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്.